ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് വ്ളോഗാണ്. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ നമ്മളിതാ ഇറങ്ങുവാണ്. നമ്മൾ ആദ്യം ചെന്നത് ഈ ഒരു ഷോപ്പിലാണ്. പക്ഷെ നമ്മൾ അവിടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ നേരെ ചാല മാർക്കറ്റിലോട്ട് പോയി. അവിടെ ഈ ഒരു പോപ്പുലർ ഫാൻസി സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത്. പിന്നെ ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ബെല്ല്, ഡ്രംസ്, അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് ആയിട്ടുള്ള ഇതെല്ലാം 35 രൂപയുടെ സാധനമാണ്. പിന്നെ ഈ ഒരു പച്ച കളർ വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ ആ ഒരു ഇതിൽ ഹാർട്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് ഒരാൾക്ക് വേണ്ടി വാങ്ങണമായിരുന്നു. അങ്ങനെ നോക്കിയത് ഇതൊക്കെ അവർ കോംബോ ആയിട്ടേ കൊടുക്കത്തുള്ളൂ, ഒന്നായിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചത്. ഒരുപാട് ലൈറ്റിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കിടക്കുന്ന ആ ഒരു പച്ച കളർ ലൈറ്റാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു സാന്റാ ക്ലോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, കുഞ്ഞു സാന്റയാണ്. പിന്നെ സ്റ്റാറിൻ്റെ കളക്ഷൻ കുറവായതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. വലിയ ലിസ്റ്റൊക്കെ എഴുതിയാണ് പോയത്. ആ ലിസ്റ്റിൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചേ. പിന്നെ ഈ ഒരു ക്യാപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. ഈ കാണുന്ന എല്ലാ ബോക്സിൽ നിന്നും ഓരോ ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെറി ക്രിസ്മസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. സ്റ്റാറൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അതൊക്കെ കണ്ടാലോ. അപ്പോൾ ആദ്യമേ തന്നെ വാങ്ങിച്ചത് ഈ ഒരു ക്രിസ്മസ് റീത്താണ്. നല്ല സ്റ്റാർ ഷേപ്പിലിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വെറും 40 രൂപയേ ഉള്ളേ. പിന്നെ ഈ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് ഒരെണ്ണം 85 രൂപയാണ്. പിന്നെ ഈ ഒരു മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ളതിന് 100 റുപ്പീസാണ് ആയത്. പിന്നെ ഈ ഒരു ഹാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലൈറ്റ് ഒക്കെ ഉള്ളതാണ്. വെറും 35 രൂപ മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും 35 രൂപയാണ്. പിന്നെ ഈ ഒരു പാക്കറ്റിന് മാത്രമാണ് 60 രൂപ ആയത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഇതിൻ്റെ അടിയിൽ ലൈറ്റ് ഒക്കെ കത്തുകയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലാമ്പ് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ 2 പാക്കറ്റ് ബലൂൺ വാങ്ങിച്ചു. അതിനായത് 180 റുപ്പീസാണ്. ഇനി നമുക്ക് ഈ ഒരു ട്രീ ഒന്ന് സെറ്റ് ചെയ്തെടുത്താലോ. ഈ ഒരു ട്രീ ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഇതേ സെയിം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. സമയമില്ലാത്തത് കൊണ്ടാണ് പിന്നെ അത് ചെയ്യാത്തത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ട്രേ പോലത്തെ ഒരു സാധനം എടുത്തിട്ട്, ഇത് കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു ട്രേ ആണ്. അതിലോട്ട് കുറച്ച് പഞ്ഞി വെച്ച് കൊടുക്കാവുന്നതാണ്. പഞ്ഞി ഇരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രീ അതിൻ്റെ മേളിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ക്രിസ്മസ് ട്രീയിൽ വാങ്ങിച്ച എല്ലാ ഐറ്റംസും കൂടെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ 40 രൂപയ്ക്ക് വാങ്ങിച്ച് ഈ ഒരു ക്രിസ്മസ് റീത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ. കുറച്ച് ബെല്ലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് വെച്ചാൽ തന്നെ നല്ല അടിപൊളി ഭംഗിക്ക് കിട്ടുവേ. ഇതുപോലെ. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നല്ലപോലെ വിശന്നു. അപ്പോൾ നമ്മൾ KFCയിൽ നിന്ന് ബർഗർ വാങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ നേരെ KFCയിലോട്ട് പോയി. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ 3 ബർഗറും ബാക്കിയുള്ളവർക്ക് ബ്രോസ്റ്റഡും ആണ് വാങ്ങിച്ചത്. അത് 15 പീസാണ്. അതിനാണ് യഥാർത്ഥത്തിൽ ഓഫർ ഉള്ളത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കയ്യിൽ കിട്ടി. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്തായിരുന്നു കോംബോ ഓഫർ. 15 പീസിൻ്റെ ആണ്. 3 വലിയ പീസും ബാക്കി വിങ്സും സ്ട്രിപ്സും ഒക്കെ വരുന്നതാണ്. പിന്നെ 3 സിംഗർ ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബർഗർ കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഒരാൾക്ക് നല്ല പോലെ വയറ് നിറയെ. ഞാൻ ഇതിൽ കാണുന്ന പോലെ നല്ല ആസ്വദിച്ച് കഴിച്ചായിരുന്നേ. ഇത് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല. ഡിന്നർ ഇതായിരുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങിയേ. നല്ല വിശപ്പുണ്ടായിരുന്നു. അത്രയും ജോലി ചെയ്തിട്ട് ഇത് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു ഗൈസ്. എന്തായാലും ഈ ഒരു 189 റുപ്പീസിനുള്ള ബർഗർ അടിപൊളി സാധനമാണ്. നിങ്ങൾ KFCയിൽ പോകുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.